ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മേജു ട്രാവലിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് കടക്കാൻ സേഫ് ആയിരിക്കില്ല. കാരണം ഇതിന് മുന്നേ ഞാൻ ട്രിപ്പ് പോകുന്ന സമയത്ത് ഡൽഹിയിൽ നിന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ അവൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. കാരണം അവിടെ നമുക്കത് ഉള്ള സിറ്റുവേഷൻ അല്ല. ഓക്കെ, കാരണം അപ്പോൾ ഇത് നമുക്ക് എവിടെ സ്റ്റേ അടിക്കാനും ബുദ്ധിമുട്ടാണ്. നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്നു, നമ്മളിവിടെ എൻ്റെ AC ഡോർമെറ്ററി യൂസ് ചെയ്തു. അപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. ഓക്കെ, നേരെ സൂറത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എല്ലായിടത്തും ടെൻ്റ് അടിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സേഫ് ആവുന്നിടത്ത് മാത്രം അടിച്ചാൽ മതി. കാരണം മുംബൈ, ഡൽഹി അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലത്ത് രാത്രി ഇതായി കഴിഞ്ഞാൽ കുറേ സ്പാമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു 8 മണിയാകുമ്പോഴത്തേനും നമ്മളിവിടെ ഇറങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഒരു 20 രൂപയാണ് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യാനും അതേപോലെ റെസ്റ്റ് എടുക്കാനും. ഓക്കെ, നല്ല സ്പേസാണ്. ഞാൻ ആ സ്പേസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ചാർജ് ചെയ്യാം നമുക്ക്. അവൻ്റെ ബാഗ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു റേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കോഫി ഷോപ്പ് കാര്യങ്ങൾ, ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഗുജറാത്ത് എത്തിയിരിക്കുകയാണ്. ഗുജറാത്തിലെ വഡോദര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. അപ്പോൾ നമുക്കിനി ഒരു 2 ദിവസം നമ്മൾ ഗുജറാത്ത് ഉണ്ടാവും. ഓക്കെ, ഗുജറാത്തിൽ നമ്മൾ നേരെ രാജസ്ഥാൻ, ദെൻ പഞ്ചാബ് എന്നാണ് പ്ലാന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു മോരും ഇവിടെ നമുക്ക് മോര് കൊടുന്ന് തന്നിരിക്കണം. നല്ല ടേസ്റ്റുള്ള മോരാണ്. പിന്നെ നമ്മൾ റൊട്ടിയും പനീറും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ബട്ടർ റൊട്ടി, പിന്നെ ഒരു പനീറിൻ്റെ ഒരു സാധനം, പിന്നെ ഉള്ളിയുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കഴിച്ചോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ വഡോദരയിൽ നിന്നും നമ്മൾ കുറച്ച് അവിടെ മാറിയിട്ടുള്ള രാജസ്ഥാൻ പോകുന്ന വഴിക്കുള്ള വഡോദര സിറ്റിയിൽ തന്നെയാണുള്ള ബിൽഡിങ്ങാണ്. ഇപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മുടെ മാളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്റ്റാർബക്സ്, അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പേഴ്സ്, ദെൻ മാക്സ്, സ്റ്റുഡിയോ, അങ്ങനെ കുറേ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് അത്രയും സൂപ്പറായിട്ട്, അത്രയും ലൈറ്റിംഗ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും സൂപ്പറായിട്ടാണ്. നമ്മൾ കുറച്ച് ഇവിടെ ഒന്നും നമ്മളത് ഓപ്പൺ ആയിട്ടില്ല. കുറച്ച് അപ്പുറത്തുള്ളതിലൊക്കെ ഈ പറയുന്ന കുറച്ച് 2-3 ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത്രയും കൺസ്ട്രക്ഷൻ ഒക്കെ അത്രയും ക്ലീനായി, അത്രയും പക്കയായിട്ടാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ സിറ്റിയിലെ എല്ലാതും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സിറ്റി പോലെയല്ല നമ്മുടെ ഈ ഒരു വഡോദര എന്ന് പറയുന്നത്. അത്രയും ക്ലീനാണ്. വേസ്റ്റ് ഉണ്ട്, പക്ഷെ അതും റെയറായിട്ടേ ഉള്ളൂ. അത്രയും ക്ലീനാണ്. പിന്നെ റഷ് ഇല്ല. വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും ട്രാഫിക്കോ കാര്യങ്ങളോ കൂടുതലായിട്ടൊന്നും വരുന്നില്ല. കണ്ടില്ല, ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നമ്മുടെ ചില ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് വഡോദര എന്ന് പറയുന്ന നമ്മുടെ ഗുജറാത്തിലെ ഒരു മെയിൻ സിറ്റിയാണ്. അപ്പോൾ ആ സിറ്റീൻ്റെ നടുവിൽ തന്നെ ഒരു ഗ്രൗണ്ട് അതവിടെ ആൾക്കാരുണ്ടല്ലോ നടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ പ്ലാനിങ് ആണ് ഇവിടെ. നമ്മുടെ എല്ലാ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും, അതേപോലെ തന്നെ ആൾക്കാരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് വലിയൊരു പാർക്കാണ്. ഇവിടെ കളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടാങ്കിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം, അങ്ങനെ മൊത്തത്തിലൊരു പ്ലാൻ ചെയ്തിട്ടാണ് അവർ ഈ ഒരു സിറ്റി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ കുട്ടികൾക്ക്, അപ്പുറ സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, അങ്ങനെ ഫുൾ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെറിയൊരു വീഡിയോ ആണ്. മെയിനായിട്ട് നമ്മളിന്ന് ട്രാവലിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർക്കുണ്ട്. അപ്പോൾ ആ പാർക്കിൽ റെസ്റ്റ് ചെയ്യാണ്. ഗുജറാത്തിലെ വഡോദര എന്ന് പറഞ്ഞ ഒരു ടൗണിലാണ്. അപ്പോൾ നമ്മൾ ഇനി നാളെ രാജസ്ഥാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.